Hello, Academy. Welcome to your another session of Daily News Analysis. 20th June 2024 വന്നിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. സോ ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് പ്രസന്റ് റെഫ്യൂജി സിറ്റുവേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യസ് റാങ്ക് ഓൺ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024, the changing role of the global south in global economy, and in prelims perspective, gene therapy for sickle cell disease and broad term speaker. Okay, so without further ado, നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാം. പ്രസന്റ് റെഫ്യൂജി സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. സോ റഷീദ് ഒരു ഹിന്ദു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ഒരു എഡിറ്റോറിയലാണ്. സോ റെഫ്യൂജി സിറ്റുവേഷൻസ്, ഇന്ത്യയിലെ നിലവിലുള്ള റെഫ്യൂജി സിറ്റുവേഷൻസിന്റെ കറന്റ് ഇന്ത്യയിലുള്ള റെഫ്യൂജി സ്റ്റാറ്റസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ റെഫ്യൂജീസിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിൾ പോകുന്നത്. ജിഎസ് റിപ്പബ്ലിക് ഇന്റേണൽ സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഹിസ്റ്റോറിക്കൽ റോള്, നമ്മൾ എങ്ങനെയാണ് ഒരു അസൈലം സ്റ്റാറ്റസ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു റെഫ്യൂജി ലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റെഫ്യൂജി ലോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. സോ ഈ ആർട്ടിക്കിൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, നമുക്ക് സ്വന്തമായിട്ടൊരു റെഫ്യൂജി ലോ ആവശ്യമായിട്ടുണ്ട് എന്നാണ്. സോ വാട്ട്സ് എ കറന്റ് ഗ്ലോബൽ റെഫ്യൂജി സിറ്റുവേഷൻ? ആരാണ് റെഫ്യൂജീസ്? റെഫ്യൂജീസ് എന്ന് വെച്ചാൽ അസൈലം സീക്കേഴ്സ് ആണ്. ദാറ്റ് മീൻസ് മറ്റൊരു രാജ്യത്തിൽ നിന്ന്, ദാറ്റ് മീൻസ് ഒരു ഫോറിനേഴ്സ് പറയാൻ പറ്റില്ല, മറ്റൊരു രാജ്യത്ത് നിന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ആ രാജ്യത്ത് സ്വന്തം ഹോം കൺട്രിയിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് പലായനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് ബേസിക്കലി പറയുന്നത്. സോ കറന്റ്ലി UN Refugee Convention അല്ലെങ്കിൽ 1967 പ്രോട്ടോകോൾ പ്രകാരം ടോട്ടൽ ഗ്ലോബൽ റെഫ്യൂജി സ്റ്റാറ്റസിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് യുഎന്നിന്റെ റെഫ്യൂജി കൺവെൻഷനോ അല്ലെങ്കിൽ 1967 പ്രോട്ടോകോളും ആണ് നൽകുന്നത്. സോ കറന്റ്ലി 43.4 മില്യൺ റെഫ്യൂജീസ് ആണ് വേൾഡ് വൈഡ് കറന്റ്ലി ഉള്ളത്. സോ എങ്ങനെയാണ് ഇന്ത്യ, ഹൗ ഹാസ് ഹിസ്റ്റോറിക്കലി ട്രീറ്റഡ് റെഫ്യൂജീസ്? ഇന്ത്യ എങ്ങനെയാണ് ഈ ഹിസ്റ്റോറിക്കലി നമ്മുടെ റെഫ്യൂജീസിന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യ ഇവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. സോ ഇൻ ആൻഷ്യൻ ഹിസ്റ്റോറിക്കൽ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ജെറുസലേം, ദാറ്റ് മീൻസ് ജ്യൂസ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജ്യൂസ് അവരുടെ ജെറുസലേമിൽ നിന്ന് അവരുടെ ടെമ്പിൾ നശിപ്പിക്കുകയും, അതുപോലെ തന്നെ ബാബിലോണിയൻസ്, റോമൻസും ബാബിലോണിയൻസ് ഒക്കെ ജെറുസലേമിലായിരുന്നു ജ്യൂസ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ടെമ്പിൾ നശിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഈ ജ്യൂസ് പലായനം ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അവർക്ക് ഒരു അസൈലം സ്റ്റാറ്റസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ മിഡീവൽ മോഡേൺ ഹിസ്റ്ററി പീരീഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊറോത്രാൻസ്, ദാറ്റ് മീൻസ് പേർഷ്യയിൽ നിന്ന് സൊറോത്രാൻസ് വിശ്വസിക്കുന്ന ഒരു മതവിഭാഗമാണ് സൊറോത്രാൻസ്. സോ ആ സൊറോത്രാൻസ് ഇസ്ലാമിക് പെർക്യൂഷൻ കൊണ്ട് പെർഷ്യയിൽ നിന്ന് പലായനം ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഇന്ത്യയാണ് അവർക്കൊരു റെഫ്യൂജി സ്റ്റാറ്റസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഒരു ഹിസ്റ്റോറിക്കൽ ഡേ ബാക്ക് കാലഘട്ടത്തിൽ തന്നെ ഹിസ്റ്റോറിക്കലി റെഫ്യൂജി സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഇവൻ ദോ പാർട്ടീഷന് ശേഷമാണ്, 1950s ശേഷമാണെന്നുണ്ടെങ്കിലും, നമ്മുടെ 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് തരത്തിലുള്ള ആളുകളുടെ ക്രോസിംഗ് ഓഫ് ബോർഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 13 to 15 മില്യൺ ജനങ്ങളാണ് ഇന്ത്യയിൽ ഒരു അസൈലം സീക്കേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അവർക്ക് ആവശ്യമുള്ള ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 20th century ഓൺവേർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ബംഗാളീസ് അവിടെ നാഷണൽ ഫുഡിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത സമയത്ത് ഈസ്റ്റ് ബംഗാൾസ് നമ്മൾ നേരത്തെ ബംഗ്ലാദേശ്. ഓക്കെ, സോ 1971 എസ്പെഷ്യലി 1971 ബംഗ്ലാദേശിന്റെ ക്രിയേഷൻ സമയത്ത് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ റെഫ്യൂജി. സോ
ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന റെഫ്യൂജി ക്രൈസിസ് തന്നെയായിരുന്നു നമ്മുടെ CAA കൊണ്ടുവരുന്നതിന്റെ മെയിൻ കാര്യം ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്ന്, ഈസ്റ്റ് ബംഗാൾ മീൻസ് ഇപ്പോഴത്തെ നിലവിലത്തെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാം. സോ അവിടെ നിന്ന് ഒരുപാട് പേര് അസാമിലും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കും റെഫ്യൂജി സ്റ്റാറ്റസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിസോഴ്സുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഇഷ്യൂസിനാണ് നമ്മൾ CAA കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അത് നോക്കട്ടെ. നമുക്ക് 20th സെഞ്ചുറി ഓൺവേർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കൺട്രീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടിബറ്റ്, അതുപോലെ തന്നെ ശ്രീലങ്ക, തമിഴ്, നേപ്പാളീസ്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് റീസെന്റ് റോഹിംഗ്യാസ്. സോ ഇത്രയും ആളുകൾക്ക് നമ്മൾ റെഫ്യൂജി സ്റ്റാറ്റസ് ഇന്ത്യയിൽ നൽകുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ വാട്ട് എഫേർട്സ് ഹാവ് ബീൻ മെയ്ഡ് ടു ഇംപ്രൂവ് റെഫ്യൂജി റൈറ്റ്സ് ഇൻ ഇന്ത്യ? സോ എന്തൊക്കെ എഫേർട്സുകളാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത്? ലെജിസ്ലേറ്റീവ് എഫേർട്സ്. നമ്മുടെ പാർലമെന്റിലേക്ക് ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. സോ എന്താണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്? എക്സിക്യൂട്ടീവ്സ് അല്ലാത്ത, ദാറ്റ് മീൻസ് മന്ത്രിമാരല്ലാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് ഒരു ബില്ല് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗവൺമെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടായിരിക്കും. ഗവൺമെന്റിൽ ഒരു വിഭാഗം മന്ത്രിമാരായിരിക്കും. സോ ഇതില് മന്ത്രിമാരല്ലാത്ത ആളുകള് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് അതിനാണ് നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറയുന്നത്. സോ ഇത്ര ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് 2022 ഫെബ്രുവരിയിൽ നമ്മുടെ ലോക്സഭയിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രൊപ്പോസ് ചെയ്ത കാര്യം? കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു റെഫ്യൂജി ലോ നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ റെഫ്യൂജി അസൈലം ലോ നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് അവർക്ക് സ്പെസിഫിക് റൈറ്റ്, നമ്മളെ അസൈലം സീക്കേഴ്സ് അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക് പലായനം ചെയ്ത് വരുന്ന ആളുകൾക്ക് സ്പെസിഫിക് ഉള്ള റൈറ്റുകൾ ഗ്രാന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാവശ്യമുള്ള ഫോർമൽ ആയിട്ടുള്ള അസൈലം ഫ്രെയിംവർക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യക്ക് ഒരു അസൈലം ലോ ഇല്ല. ഓർത്തിരിക്കുക, ഇന്ത്യക്ക് നിലവിൽ ഒരു ഡൊമസ്റ്റിക് അസൈലം ലോ ഇല്ല. ജുഡീഷ്യൽ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റെഫ്യൂജീസിന് ആവശ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1996 ദ കേസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് കേസിന്റെ അകത്ത് സുപ്രീം കോർട്ട് ചക്മാർ റെഫ്യൂജിനെ പറ്റി, അതായത് ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലേക്കും ഒരു കമ്മ്യൂണിറ്റി വന്നു. സോ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്മ കമ്മ്യൂണിറ്റി എന്ന് പറയും. ഒരുപാട് പേര് അരുണാചൽ പ്രദേശിൽ അഭയം തേടി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1995 കാലഘട്ടത്തിൽ അരുണാചൽ പ്രദേശിലേക്കുള്ള ആളുകൾ വന്നെങ്ങനെയായിരുന്നു. സോ അവരെ ഫോഴ്സ്ഫുള്ളി എവിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അവരുടെ അസൈലം സ്റ്റാറ്റസ്, അസൈലം അപ്ലിക്കേഷൻസ് ഫോഴ്സ്ഫുള്ളി എവിക്റ്റ് ചെയ്യാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസ് ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശില് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് റെഫ്യൂജീസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റ് നൽകണം. ദാറ്റ് മീൻസ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യണം എന്നുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ ചക്മ കമ്മ്യൂണിറ്റി ടിബറ്റിലുള്ള കമ്മ്യൂണിറ്റിയാണ് എന്നൊരു കാര്യം കൂടി പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കാൻ ശ്രമിക്കാം. സോ വാട്ട് ചാലഞ്ചസ് ഡു റെഫ്യൂജി ഫേസ് ഇൻ ഇന്ത്യ? അപ്പൊ എന്തൊക്കെയാണ് റെഫ്യൂജീസ് ഇന്ത്യയിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ്? സോ ലാക്ക് ഓഫ് ലീഗൽ ഫ്രെയിംവർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ക്ലിയർ പ്രൊട്ടക്ഷൻ, ദാറ്റ് മീൻസ് ഈ അസൈലം സീക്കേഴ്സിന്റെ അഭയാർത്ഥികൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ അസൈലം സീക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് നമുക്കില്ല. ബട്ട് ഫോറിനേഴ്സിന് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫോറിനേഴ്സിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1946, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1939, പാസ്പോർട്ട് ആക്ട് ഓഫ് 1967, എക്സ്ട്രഡിക്ഷൻ ആക്ട് ഓഫ് 1962. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഒരുപാട് സിറ്റിസൺഷിപ്പ് ആക്ട് 1955, അതുപോലെ തന്നെ CAA എന്നുള്ള അമെന്റ്മെന്റ് 2019 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഫോറിനേഴ്സ് ഓർഡേഴ്സ് ആക്ട് ഓഫ് 1948. അപ്പം ഇതിലൊക്കെ ഫോറിനേഴ്സിന് ഒരു ഏലിയൻസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഇവിടെയൊക്കെ ഫോറിനേഴ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് മറ്റൊരു കൺട്രിയിൽ നിന്ന് ജോലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഫോറിനേഴ്സിനെ നമ്മൾ ഏലിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് ഇതിലൊക്കെ ചെയ്യുന്നത്. ബട്ട് അസൈലം സീക്കേഴ്സിന്
അസൈലം സീക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ലോ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഓക്കെ, ജുഡീഷ്യൽ ഇൻകൺസിസ്റ്റൻസീസ്. അപ്പൊ റെഫ്യൂജീസിന്റെ സ്റ്റാറ്റസ്, റെഫ്യൂജിക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻസ് പലപ്പോഴും ജുഡീഷ്യൽ ഡിസിഷൻസിനെ ബേസ് കൊണ്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, 1996 സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡിങ് റെഫ്യൂജീസ് എല്ലാവരും ഒരേപോലെ കാണണം. 1996 നമ്മുടെ NHRC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശിലെ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്യൂജീസിന് ആവശ്യമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് നമ്മൾ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് rights under Article 14, 20 and 21 of the Constitution. സുപ്രീം കോടതി പറഞ്ഞ കാര്യമായിരുന്നു, നിങ്ങൾ റെഫ്യൂജീസിന് ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ്സ് നിങ്ങൾ റൈറ്റ് ടു ഇക്വാലിറ്റി, അതുപോലെ തന്നെ റൈറ്റ് ടു ലൈഫ്. ദാറ്റ് മീൻസ് ഈ 3 ആർട്ടിക്കിൾസ് നിങ്ങൾ നൽകാനും ബാധ്യസ്ഥരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഡിസിഷൻസ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പലപ്പോഴും പല രീതിയിലുള്ള സുപ്രീം കോടതിന്റെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെഫ്യൂജീസിന് മുകളിലായി. അപ്പൊ ഇൻ കേസ് ഫോർ എക്സാമ്പിൾ നമ്മൾ റോഹിംഗ്യ കേസ് ലാസ്റ്റ് നടന്നിരിക്കുന്ന റോഹിംഗ്യ കേസിലാണെന്നുണ്ടെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഈ റെഫ്യൂജീസിനെ ടോട്ടലി ഒറ്റ ഫ്രെയിം വർക്കിൽ കാണാൻ സുപ്രീം കോർട്ടും തയ്യാറാകുന്നില്ല. അപ്പം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെഫ്യൂജീസ് വരുന്ന സമയത്ത് ഡിഫറെന്റ് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിമിനേഷൻ. സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് ഇല്ലീഗൽ മൈഗ്രൻസ്. ദാറ്റ് മീൻസ് റെഫ്യൂജീസിനെ നമ്മൾ എപ്പോഴും കാണുന്നത് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടാണ്. ക്ലാസിഫൈഡ് ഇല്ലീഗൽ മൈഗ്രൻസ്. അപ്പം ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ആയതുകൊണ്ട് തന്നെ അത് എങ്ങോട്ടാണോ ആ കമ്മ്യൂണിറ്റി എങ്ങോട്ടാണ് വരുന്നത്, അവരെന്തായിട്ടാണ് കാണുന്നത്, അവരെ ബേസിക്കലി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ദാറ്റ് മീൻസ് ഫോറിനേഴ്സ് ആയിട്ട് വരുന്നില്ല, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇന്ത്യയിൽ നടക്കാറുണ്ട്. സോ ഇൻ 2017 ആണെങ്കിൽ പോലും അത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒരു കമ്മ്യൂണിറ്റി സൊസൈറ്റി മാത്രമല്ല, ഇവൻ ദോ ഗവൺമെന്റ് പോലും 2017 മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇത്തരം റെഫ്യൂജീസിന്റെ ഒരു ഡിറ്റൻഷന് വേണ്ടിയിട്ട് ഒരു ഓർഡർ നൽകിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആക്ച്വലി നടത്തിയിട്ടുള്ളത്. അവരൊരു തരത്തിലുള്ള പബ്ലിക് ഓർഡർ ഡിസ്ക്രിപ്ഷൻ അവിടെ നടത്തിയിട്ടില്ല. എന്നാലും ഹോം അഫയേഴ്സ് വരെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് വരെ അവരുടെ ഡിറ്റൻഷൻ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദെൻ ഡിപ്പോർട്ടേഷൻ ആൻഡ് ഡിറ്റൻഷൻ. റെഫ്യൂജീസ് ലൈക്ക് ഏകദേശം 700 റെഫ്യൂജീസിന് ഇപ്പോൾ റീസെന്റ് റോഹിംഗ്യ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഓഗസ്റ്റ് 2023 ആവുന്നതോടെ തന്നെ അറൌണ്ട് 700 ഡിറ്റെയിൻ ചെയ്തിരിക്കുന്ന റെഫ്യൂജീസിന് ഡീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇന്ത്യൻ കണ്ടീഷൻസിൽ വന്നിരിക്കുന്ന റോഹിംഗ്യാസ് ആഗസ്റ്റ് 2023 കൂടി ഏകദേശം 700ഓളം നമ്മൾ റോഹിംഗ്യാസിനെ ഡീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഡിറ്റൻഷൻ സെന്റേഴ്സിലെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ വീക്ക് ആയിരുന്നു. ദാറ്റ് മീൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് നൽകുന്ന ഡിറ്റൻഷൻ സെന്റേഴ്സ് അല്ല നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സോ വാട്ട് ഷുഡ് ബി ഡൺ? സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആസ് എ വേ ഫോർവേഡ്, എന്താണ് ഒരു കോംപ്രിഹെൻസീവ് ലോ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് 2022 അസൈലം ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ലോ, ഡൊമസ്റ്റിക് ലോ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോൺ റിഫോൾവ്മെന്റ്, അദ്ദേഹം നോൺ റിഫോൾവ്മെന്റ് എന്ന് പറയും. അപ്പൊ ബേസിക്കലി എന്താണ് പറയുന്നത്, നമ്മൾ ഇപ്പം റോഹിംഗ്യാസിനെ ഡീപോർട്ട് ചെയ്ത പോലത്തെ അത്തരം ആക്ഷൻസുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാതിരിക്കുക, റെഫ്യൂജീസിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 1996 പറഞ്ഞിട്ടുള്ള സുപ്രീം കോടതിന്റെ റൂളിങ്സ് കംപ്ലീറ്റ്ലി നമ്മൾ അംഗീകരിക്കുക. ദാറ്റ് മീൻസ് അസൈലം സീക്കേഴ്സ് അല്ലെങ്കിൽ റെഫ്യൂജീസിന് ആർട്ടിക്കിൾ 14, 20, 21 എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റസുകൾ നൽകാൻ ശ്രമിക്കുക. സോ NHRC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ജഡ്ജ്മെന്റ് കംപ്ലീറ്റ്ലി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റെഫ്യൂജി മാനേജ്മെന്റ് ഗ്ലോബൽ ലെവലിലുള്ള ഒരു ഏറ്റവും വലിയ ഇഷ്യൂസ് ആണ് റെഫ്യൂജി മാനേജ്മെന്റ്. ഈ റെഫ്യൂജി മാനേജ്മെന്റിൽ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ ഇന്ത്യക്ക് മേക്ക് ഇറ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്ലോബൽ ലെവലില് നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്കൊരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. So this article taken from the Indian Express. Yes, rank on the global gender gap index.
J3 economic growth, development and inclusive growth. സോ ഈ ഒരു ആർട്ടിക്കിള് സ്പെഷ്യലി നോക്കുന്നത് ഇന്ത്യയുടെ ജെൻഡർ ഗ്യാപ്പ് ബേസ്ഡിലുള്ള ഇൻഡെക്സ് ആണ്, അതിന്റെ റാങ്കിങ് ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്. അപ്പം ജെൻഡർ ഗ്യാപ്പ് എന്ന് ബേസിക്കലി പറയുന്നിരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, ഈ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നത് രണ്ട് വിഭാഗം പല ഏരിയാസിന്റെ അകത്തുള്ള, അപ്പം എല്ലാ കൺട്രീസിനും എടുക്കും. അപ്പൊ അവരുടെ പല മേഖലകളിലെ പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ടാണ് ജെൻഡർ ഗ്യാപ്പുകൾ പുറപ്പെടുവിക്കുന്നത്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഹെൽത്ത് സെക്ടേഴ്സിൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എല്ലാവർക്കും രണ്ടുപേർക്കും ഒരേപോലെ ലഭിക്കുന്നുണ്ടോ, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ദാറ്റ് മീൻസ് അവർ വർക്കിംഗ് ഫോഴ്സ് ആയിട്ട് വരുന്നുണ്ടോ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എംപവർമെന്റ്. സോ ഇത്രയും ഫാക്ടേഴ്സുകളാണ് നമ്മൾ ഈ ജെൻഡർ ഗ്യാപ്പ് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് മെഷേഴ്സ്? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെഷറിംഗ് അല്ലെങ്കിൽ ഇൻഡെക്സ് കൊണ്ടുവന്നത് 2006 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് നോക്കുന്ന നാല് കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത് ആൻഡ് സർവൈവൽ, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ എംപവർമെന്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ്. സോ ഇന്ത്യയുടെ റാങ്ക് ആണ് നമുക്ക് അടുത്ത് പരിശോധിക്കാനുള്ളത്. ഇൻ 2024 ഇന്ത്യ റാങ്ക്ഡ് 129th ഔട്ട് ഓഫ് 146 കൺട്രീസ്. 146 കൺട്രീസിന് അത് 119 റാങ്ക് ആയിരുന്നു ഇന്ത്യക്ക് വേൾഡ് വൈഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ബോട്ടം താഴത്തെ ലെവൽ നോക്കുകയാണെങ്കിൽ 18ാമത്തെ പൊസിഷനാണ് ഇന്ത്യ നിൽക്കുന്നത്. 2021 എത്തി നിൽക്കുന്ന സമയത്ത് 2021 എത്രയായിരുന്നു റാങ്ക്? ഇന്ത്യക്ക് 17th റാങ്ക് ആയിരുന്നു. ഓക്കെ, അതായത് താഴേന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് 2024 18th റാങ്ക് ആയിരുന്നുണ്ടെങ്കിൽ 2021 എത്തിയ സമയത്ത് നമ്മളിവിടെ എത്തി 17th റാങ്ക് ആയിരുന്നു. ഓക്കെ, അതായത് ബേസിക്കലി എന്താണ് പറഞ്ഞത്? താഴെ മുകളിലേക്ക് നോക്കാം കേട്ടോ. സോ ബേസിക്കലി എന്താണ് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ റാങ്ക് ഹയർ ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, സോ 2021 17th റാങ്കിങ്ങിലാണ് ഉള്ളത് ഔട്ട് ഓഫ് 1. സർ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹെൽത്ത് ആൻഡ് സർവൈവൽ സ്കോർ നോക്കുകയാണെങ്കിൽ 0.951, മീനിങ് 95.1% ഓഫ് ജെൻഡർ ഗ്യാപ്പ് ഈസ് ക്ലോസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ക്രൈറ്റീരിയ ആണ്? ഹെൽത്ത് ആൻഡ് സർവൈവൽ, അതുപോലെ തന്നെ ഈ ഹെൽത്ത് ആൻഡ് സർവൈവൽ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 95.1% വരെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ എല്ലാവർക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവൈവൽ സ്കോർ 0.951 വരെ നമ്മൾ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ഇൻഡെക്സ് 0 to 1 ആണ് സാധാരണ മെഷർ ചെയ്യാറുള്ളത്. 0 എന്ന് വെച്ചാൽ ഏറ്റവും പൂർ ആയിട്ടുള്ളത്, 1 എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് ബേസിക്കലി പറയുന്നത്. സോ ഇൻ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ 96.4. ഓക്കെ, അതായത് മെയിലിനും ഫീമെയിലിനും ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പയർ ചെയ്യുക 96.4% വരെ നമ്മൾ ജെൻഡർ ഗ്യാപ്പ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഡിസ്പൈറ്റ് ദീസ് സ്കോർസ് ഇന്ത്യ റാങ്ക് 112th in education and 142nd in health among 146 countries. സോ ഈ കൺട്രീസിനിടയിൽ നമ്മൾ എഡ്യൂക്കേഷൻ 112ാമത്തെ റാങ്കും അതുപോലെ തന്നെ 142ാം റാങ്കിൽ ഹെൽത്തിനാണ്. റാങ്കിങ് ക്രൈറ്റീരിയ എന്തുകൊണ്ടാണ് ആ റാങ്കിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കൺട്രീസ് ഇതിനെക്കാട്ടും ഫാർ അവേ അവർ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഹെൽത്ത് ആൻഡ് സർവേ നമ്മൾ 95.1% വരെ. സോ ഈക്വൽ ഹെൽത്ത് ഫെസിലിറ്റീസ് നൽകാൻ ഇറസ്പെക്റ്റീവ് ജെൻഡർ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിലും ഇത് റാങ്കിങ് കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? സിമ്പിൾ കാര്യമാണ്. ബേസിക്കലി മറ്റ് കൺട്രീസ് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഇറസ്പെക്റ്റീവ് ജെൻഡർ അവർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25.1% മാത്രമാണ് ജെൻഡർ ഗ്യാപ്പ് ഇന്ത്യക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയത്. ദാറ്റ് മീൻസ് അത്രത്തോളം ആണ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. അതായത് 100ഓളം ആളുകൾ ഒരു പൊളിറ്റിക്കൽ ഇലക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ 25 പേര് മാത്രമാണ് ആരെ മാറുന്നത്? വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 75%
മെയിൽസ് അല്ലെങ്കിൽ മെന്റെ പാർട്ടിസിപ്പേഷൻ ആണ്. സോ ഇവൻ നമ്മൾ അത്രത്തോളം ബാക്കിലാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നെങ്കിൽ പോലും 65th ഗ്ലോബലി ഉണ്ട്. ദാറ്റ് മീൻസ് 51ലായിരുന്നു നമ്മൾ 2021 നമ്മളെ റാങ്ക്. അത് കുറഞ്ഞ് വീണ്ടും എവിടേക്ക് എത്തി? 65ലേക്ക് നമ്മളെ റാങ്ക് എത്തിയിരിക്കുന്നത്. അതായത് റാങ്ക് വീണ്ടും താഴേക്ക് എത്തി. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആട്ടോ പറയുന്നത്. പൊളിറ്റിക്കലി വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2021 51 റാങ്കിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പം 65 റാങ്കിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ 25.1% മാത്രമാണ് ജെൻഡർ ഗ്യാപ്പ് അവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന്. എന്നിട്ട് പോലും നമ്മൾ 65ാമത്തെ റാങ്ക് വരും. അതായത് മറ്റ് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ലെവലിലാണെന്നുണ്ടെങ്കിലും ജെൻഡർ ഗ്യാപ്പുകൾ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇൻ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കേസിൽ. സൗത്ത് ഏഷ്യ റാങ്ക് 7 ഔട്ട് ഓഫ് 8 റീജിയൻസ്. ഇതിനെ നമ്മൾ ഡിഫറെന്റ് റീജിയൻ ഇപ്പൊ ടോട്ടൽ ഗ്ലോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഏകദേശം 8 റീജിയൻസുകളാക്കിയും കൂടി കമ്പയർ ചെയ്യാറുണ്ട്. കൺട്രീസിനെ മാത്രമല്ല 8 റീജിയൻസുകളായിട്ടും കമ്പയർ ചെയ്യണം. സോ അതില് 7 റീജിയൻസ് ആണുള്ളത്, സോറി 8 റീജിയൻസ് ആണുള്ളത്. അതില് നമ്മുടെ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ കൺട്രീസ് ഒക്കെ കൂട്ടിയിട്ട് എല്ലാം കൂട്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സിന്റെ അകത്ത് ഏകദേശം 7ാമത്തെ റാങ്കിലാണ് നമ്മുടെ ഏഷ്യൻ കൺട്രീസ് ഉള്ളത്. ദാറ്റ് മീൻസ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഉള്ളതെന്ന് പറയാം. ഇനി ആ കണ്ടീഷൻ ആ ഒരു റീജിയണിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 5th കണ്ടീഷനാണുള്ളത്. ആ റീജിയണിൽ ഒരു 10ഓളം രാജ്യങ്ങളുണ്ടെന്ന് കരുതാം. അതിൽ ഇന്ത്യ 5th റാങ്കിലാണുള്ളത്. ദാറ്റ് മീൻസ് ഫാർ ബെറ്റർ ദെൻ ബംഗ്ലാദേശ് അല്ലെങ്കിൽ മറ്റു കൺട്രീസിന്റെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, സോ ബംഗ്ലാദേശ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ 99th റാങ്കിലാണ്, ഗ്ലോബലിയുള്ള 99th റാങ്കിലാണ്. ഇന്ത്യ എവിടെയുള്ളത്? ഇന്ത്യ 129ാമത്തെ റാങ്കിലാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് 99ാമത്തെ റാങ്കിലുണ്ട്. എന്തില്? ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ദാറ്റ് മീൻസ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് അവിടെ കൊടുക്കുന്നുണ്ട്, എഫിഷ്യന്റ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ട്, അതിന്റെ പൊളിറ്റിക്കൽ എംപവർമെന്റും ഒക്കെ ബംഗ്ലാദേശിൽ ഫാർ ബെറ്റർ ഇന്ത്യനെക്കാളും കൂടുതൽ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ വാട്ട് ആർ ദ എക്കണോമിക് കോസ്റ്റ് ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി? സോ ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ എന്താണ്? നമുക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കാനുള്ളത്. അപ്പൊ OECD കണക്ക് പ്രകാരം, OECD ഒരു ഗ്ലോബൽ ഗ്രൂപ്പിംഗ് ആണ്. സോ OECD കണക്കുകൾ പ്രകാരം ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ബേസിക്കലി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാരണമാണല്ലോ ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് ഉണ്ടാകുന്നത്. സോ ആ ജെൻഡർ ഗ്യാപ്പ് ഉണ്ടാകുന്നത് ഏകദേശം $12 ട്രില്യൺ അടുത്ത് വരെ നമുക്ക് എക്കണോമിക് കോസ്റ്റ് നഷ്ടമാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ജെൻഡർ ഗ്യാപ്പുകൾ സോറി ഫോർ ദി ഇന്ററപ്ഷൻ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എത്രത്തോളമാണ് ഒരു കൺട്രിയുടെ GDP-നെ തന്നെ ബാധിക്കുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ജെൻഡർ പോളിസി മേക്കിംഗ് സമയത്താണെന്നുണ്ടെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും ഇൻക്ലൂഡ് ആയി മാറരുത്. സോ ഈക്വൽ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആയിക്കോട്ടെ, സോ ഇതിലൊക്കെ ഇക്വാലിറ്റി തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത്രയുമാണ് നമുക്ക് ഒരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ ഫ്രം ദ മെയിൻസ് പെർസ്പെക്റ്റീവ്, ദ ചേഞ്ചിങ് റോൾ ഓഫ് ദ ഗ്ലോബൽ സൗത്ത് ഇൻ ദ ഗ്ലോബൽ എക്കണോമി. ഇപ്പൊ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന റീജിയൻ എവിടെയാണ്? ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന റീജിയൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ വേൾഡ് ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്, അതുപോലെ തന്നെ ടോട്ടൽ നമ്മൾ ഗ്ലോബൽ സൗത്ത്. ഇവിടെ കമ്പാരിറ്റീവ്ലി ഈ ഒരു മാപ്പ് നമുക്ക് എടുത്തു നോക്കുന്നുണ്ട്. ഗ്ലോബൽ സൗത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഗ്ലോബൽ സൗത്ത് എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരിക്കും. ഡെവലപ്ഡ് ആയിട്ടുള്ള കാനഡ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, USSR, ചൈന തുടങ്ങിയിരിക്കുന്ന ഏകദേശം എല്ലാ കൺട്രീസും ഗ്ലോബൽ നോർത്ത് ആണ്. ഇതൊക്കെ ഡെവലപ്ഡും. ഗ്ലോബൽ സൗത്തിലേക്ക് വരുന്ന സമയത്ത് അണ്ടർ ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും. ഓക്കെ,
അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരിക്കും. സോ G3 എക്കണോമി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞത് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കിയ ശേഷം ആർട്ടിക്കിളിലേക്ക് പോകാം. ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ സൗത്തിന്റെ എക്കണോമിക്കൽ ചേഞ്ചസുകൾ എന്താണ്, ടോട്ടൽ ഇതിന്റെ ഗ്രോത്ത്, ഗ്ലോബൽ സൗത്തിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നത്, ഇൻ കേസ് ഓഫ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിങ് എങ്ങനെയാണ് അവിടെ എഫക്ട് ചെയ്യുന്നത് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. സോ വാട്ട്സ് എ കറന്റ് എക്കണോമിക് ഔട്ട്ലുക്ക്? സോ ഗ്ലോബൽ സൗത്ത് IMFന്റെ കണക്കുകൾ പ്രകാരം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കണക്കുകൾ പ്രകാരം, ഇൻ ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത്, മീൻസ് ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത് എല്ലാ രാജ്യങ്ങളുടെയും ഒരു ഗ്രോത്ത് നോക്കുന്നതിലേക്ക് 3% കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3% വരെ ഗ്ലോബൽ ലെവലിൽ എക്കണോമിക് ഗ്രോത്ത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു ഗ്രോത്ത് ലോവസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. കാരണം 2019 കോവിഡിന് ശേഷം അത്രത്തോളം ഗ്രോത്ത് നമ്മൾ വേൾഡ് ഓവർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഈ ഒരു ഗ്രോത്തിന്റെ അകത്ത് IMFന്റെ കണക്കുകൾ പ്രകാരം തന്നെ ഈ ഒരു ഗ്രോത്തില് ഏകദേശം മാക്സിമം കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ മിഡിൽ അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസ് ആയിട്ട് ഏഷ്യയിലുള്ള മിഡിൽ അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസിൽ നിന്നാണ് ഒരു മാക്സിമം ഗ്രോത്ത് ഈ ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചെങ്കിൽ വേൾഡ് ഓവർ ഏകദേശം 3% ആണ് നമ്മുടെ ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ ആ 3% ഗ്രോത്തിൽ മെജോറിറ്റി ഗ്രോത്ത് നൽകുന്ന ആരാണ്? ഗ്ലോബൽ സൗത്ത് ആണ്. കാരണം ഇത് ഡെവലപ്പിംഗ് കണ്ടീഷൻസിലാണ് അവർ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഹൗ ഹാവ് റീസെന്റ് ഗ്ലോബൽ ഇവന്റ്സ് അഫക്റ്റഡ് ദ ഗ്രോത്ത്? സോ എങ്ങനെയാണ് നമ്മുടെ ഈ എക്കണോമിക് ഗ്രോത്ത്, എസ്പെഷ്യലി ഇൻ ഗ്ലോബൽ സൗത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ ഹാമ്പർ ചെയ്ത് റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്. ഇപ്പം ആസ് എ ഗ്ലോബലൈസേഷൻ എല്ലാ കൺട്രീസുകളും ഒരുപോലെ പോകുന്നില്ലാണ്. അപ്പം ഗ്ലോബലൈസേഷൻ, സോ ട്രസ്റ്റിംഗ് ഈച്ച് അതർ ആൻഡ് ട്രേഡിംഗ് ഈച്ച് അതർ, അതാണ് ഗ്ലോബലൈസേഷൻ. സോ ഗ്ലോബലൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ സോഷ്യൽ സേഫ്റ്റി നെറ്റ്സുകൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ സേഫ്റ്റി നെറ്റ്സുകൾ കീപ്പ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു രാജ്യം മറ്റു രാജ്യമായിട്ട് നല്ല റിലേഷൻ വെക്കുന്നു. സോ ആ രാജ്യത്തിന്റെ അകത്തുള്ള സോഷ്യൽ സേഫ്റ്റി നെറ്റ്വർക്കുകൾ അവിടെ ക്രിയേറ്റ് ചെയ്ത്, ദാറ്റ് മീൻസ് അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാനോ ആളുകളുടെ എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ, നമ്മളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് കൊണ്ട് മറ്റ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് കൂട്ടിപ്പോകുന്നില്ല. സോ അതേപോലെ തന്നെ ഒരു സോഷ്യൽ സേഫ്റ്റി നെറ്റുകൾ കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് സോഷ്യൽ കൊഹഷൻ നമുക്ക് ആളുകൾക്കിടയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് ബേസിക്കലി ഈ ഒരു ഗ്രോത്ത് അവിടെ ഹാമ്പർ ചെയ്ത് പോവാണ്. ദെൻ പാൻഡമിക് 2019 ഉണ്ടായിരിക്കുന്ന COVID-19 പാൻഡമിക്കിന് ശേഷമാണ് നമ്മുടെ മാർക്കറ്റ് ഡിസ്റപ്റ്റ് ചെയ്തു, ട്രേഡ് ഡിസ്റപ്റ്റ് ചെയ്തു, സപ്ലൈ ചെയിൻ. സോ ടോട്ടൽ നമ്മുടെ ഗ്ലോബൽ ഗ്രോത്തിനെ സ്റ്റാൾ ചെയ്തു, ഡൗൺഗ്രേഡിലേക്ക് കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു മേജർ സെറ്റ് ബാക്ക് ആണ്. ദാറ്റ് മീൻസ് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ, റീസെന്റ് ആയിട്ടുള്ള ഗ്രോത്ത് നോക്കുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ നമ്മുടെ ഗ്ലോബൽ ഗ്രോത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നമുക്ക് പറയും, റഷ്യ വാർ, അതുപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ വാർ. സോ ഈ വാറുകളൊക്കെ മറ്റ് കൺട്രീസിനെ എസ്പെഷ്യലി ഗ്ലോബൽ സൗത്തിനെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. ദാറ്റ് മീൻസ് പോളിസി ഡ്രിവൺ ഫ്രാഗ്മെന്റേഷൻ, ഗ്ലോബൽ കോപ്പറേഷൻ അല്ലെങ്കിൽ ട്രേഡ് റിലേഷൻസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹാമ്പർ ചെയ്ത് പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാറില്ല. ഓക്കെ, വാട്ട് ചലഞ്ചസ് ഡസ് ഗ്ലോബൽ സൗത്ത് ഫേസ്? എന്തൊക്കെയാണ് ഗ്ലോബൽ സൗത്ത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസുകൾ ഇൻ എക്കണോമിക് ഫ്രണ്ടിൽ? ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് ഷോർട്ട് ടെന്യൂസ്. അതായത് ഗ്ലോബൽ സൗത്ത് കൺട്രീസ് ബേസിക്കലി ഡെവലപ്പിംഗ് കൺട്രീസ് ആയതുകൊണ്ട്, ഫോർ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ കൺട്രി ആണെങ്കിൽ പോലും ഇവിടുത്തെ ക്യാപിറ്റൽ കോസ്റ്റുകൾ വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ അവർക്ക് അട്രാക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ്. എനിക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം അല്ലേ? അപ്പൊ ക്യാപിറ്റൽ അട്രാക്ട് ചെയ്യും. ബട്ട് ഈ ക്യാപിറ്റലിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമേ ലഭിക്കൂ. ഓക്കെ, അതായത് അവര് ലോ ഇൻകം ആയിട്ടുള്ള കൺട്രീസിനെ എക്സ്പ്ലോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ കൊടുക്കുന്ന ആളുകളെ എക്സ്പ്ലോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻസിങ് ബാരിയർ അവർ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് വെച്ചാൽ നമ്മളൊരു പണക്കാരന് ഒരു എൻറ്റിറ്റി പണം കടം കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ പാവപ്പെട്ടവന് പണം കടം കൊടുക്കുന്ന സമയത്ത്, വിജയ് മല്യയുടെ എക്സാമ്പിൾ നമുക്കറിയാം അല്ലെ? അദ്ദേഹം എത്ര പൈസ കടം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, അദ്ദേഹം ഓക്കെയാണ്. ഒരു നാട്ടിലുള്ള നമ്മൾ സാധാരണക്കാരന് കടം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹോം ലോൺ ഒക്കെ വളരെ ഇഷ്യൂ മാറി ഹോമൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സെയിം കാര്യമാണ് ഇവിടെ മനസ്സിലുള്ളത്. അത് എന്തുകൊണ്ടാണ്? നമ്മളൊരു പാവപ്പെട്ടത് എന്നുള്ളതും വിജയ് മല്യ ഒരു കോടീശ്വരൻ ആയതുകൊണ്ട് എന്നുള്ള പോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെ മനസ്സിലുള്ളത്. ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രീസ് കുറച്ച്
എക്കണോമിക്കലി സ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു കൺട്രീസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരോടത്ത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റിലോ ഷോർട്ട് ഡ്യൂറേഷൻസിൽ മാത്രമേ പണം കൊടുക്കാറുള്ളൂ. ഇനി ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം. സോ കറണ്ട് ഫിനാൻഷ്യൽ ആർക്കിടെക്ചർ ഒരു ഇൽ സ്യൂട്ടഡ് ആണ്. എസ്പെഷ്യലി ഈ ഗ്ലോബൽ സൗത്തിലൊന്നും സപ്പോർട്ടില്ല. ഫോർ എക്സാമ്പിൾ IMF ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ആയിക്കോട്ടെ, വേൾഡ് ഗ്ലോബൽ സൗത്ത് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് റേസ് ചെയ്യാൻ അത് നൽകാൻ ഇവർ ഭൂരിഭാഗം തയ്യാറാവില്ലത്. ഒരു ഇൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നിലവിലുള്ള ഗ്ലോബൽ ഫിനാൻസിങ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവർ ഡെവലപ്ഡ് ആയ കൺട്രീസ് തന്നെയാണ് വീണ്ടും വീണ്ടും കൊടുക്കുന്നത്. കാരണം അതിനകത്തുള്ള പാർട്ടിസിപ്പേഷനും അതിനകത്തുള്ള വോട്ടിംഗ് ഷെയറിനൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട്. വൾണറബിലിറ്റി ടു ഗ്ലോബൽ ഹെഡ്വിൻസ്. ഓക്കെ, സോ ഗ്ലോബൽ സൗത്ത് മോസ്റ്റ്ലി എഫക്ട് ചെയ്തിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്ലോബൽ സൗത്തിനാണ്. അവിടെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസുകൾ, അൺമെറ്റ് ചെയ്തിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, പല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളും അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാറില്ല. സോ എക്കണോമിക് സ്റ്റെബിലിറ്റി അവർക്ക് വളരെ വളരെ കുറവാണ്. മോർ ദാൻ ഡെവലപ്ഡ് റീജിയൻസ്, ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു റീജിയനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മറ്റ് കൺട്രീസിൽ സംബന്ധിച്ച് നമ്മുടെ കൺട്രീസ് അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലെ കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് ഇരിക്കുന്നത്. അപ്പം ഗ്ലോബൽ ഹെഡ്വിൻസ് ബേസിക്കലി ഗ്ലോബൽ ലെവലിൽ പല കൺട്രീസും ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പേസിൽ ആ റേസിലേക്ക് എത്താൻ ഗ്ലോബൽ സൗത്തിന് സാധിക്കുന്നില്ല. എന്താണ് കാരണം? ക്ലൈമറ്റ് ചേഞ്ച് ഒരു കാരണമാണ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് കാരണം വളരെ ചെറിയൊരു എക്കണോമിക് പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ്ങോ അല്ലെങ്കിൽ ലിവിംഗ് വേജ് മാത്രം ലഭിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള ഗ്ലോബൽ സൗത്ത് കൺട്രീസ്. ദെൻ ടെക്നോളജിക്കൽ ഡിസ്പാരിറ്റീസ്, എസ്പെഷ്യലി ടെക്നോളജിക്കൽ ഡിസ്പാരിറ്റീസ് സമയത്ത് നമുക്ക് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയണം. സോ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളരെയധികം ലാക്കിംഗ് ഈ ഗ്ലോബൽ സൗത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇവൻ തോ നമ്മുടെ COVID-19 സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൊറോണ വന്നിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആവശ്യമായിട്ടുള്ള എമർജൻസി സർവീസസുകളോ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കാനോ ആവശ്യമായിട്ട് നമുക്കൊരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഗ്ലോബൽ സൗത്ത് അവൈലബിൾ ആയിരുന്നില്ല. ബിക്കോസ് അതോടെ അഡ്വാൻസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പീരീഡിൻ്റെ. സോ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വൾണറബിൾ സിറ്റുവേഷൻസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ അവർ ഗ്രോത്ത് ആണെങ്കിലും റെസിലിയൻസ് ആണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ടെക്നോളജിക്കൽ ആസ് പെർ കമ്പയർ ടു ഗ്ലോബൽ നോർത്ത് ഡെവലപ്ഡ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഗ്ലോബൽ സൗത്തിലെ കൺട്രീസിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വളരെ വളരെ കുറവാണ്. COVID-19 വളരെയധികം റിഫ്ലക്ട് ചെയ്ത് കണ്ടൊരു കാര്യമാണത്. ഓക്കെ, വാട്ട് ഷുഡ് ബി ഡൺ? നമുക്ക് എന്താണ് ആസ് എ വേ ഫോർവേഡ് എന്താണ് ചെയ്യേണ്ടത്? സോ ആസ് എ വേ ഫോർവേഡ് എന്തോ ക്ലൈമറ്റ് ഫിനാൻസിങ്. ഓക്കെ, ക്ലൈമറ്റ് ഫിനാൻസിങ് എന്ന് ബേസിക്കലി എന്താണ് പറയുന്നത്? ക്ലൈമറ്റ് ഫിനാൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈ എൻഡ് കമ്പനീസ് ഒരുപാട് എമിഷൻസുകൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആ എമിഷൻസിൽ നിന്ന് ആ എമിഷൻസുകൾ ഉണ്ടായിട്ട് അവരൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു എമൗണ്ട് ക്ലൈമറ്റ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് നൽകുക. എന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസുകൾ മാക്സിമം കുറയും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഏകദേശം പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1% കൺട്രീസ്, ഗ്ലോബൽ ലെവലിൽ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1% കൺട്രീസ് ആണ് നിലവിൽ ഗ്ലോബൽ ലെവലിലെ 40% ഓഫ് എമിഷൻസിനും അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കാരണമാവുന്നത്. ഓക്കെ, 1% മാത്രമേ കമ്പനീസ് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഗ്ലോബൽ ലെവലിൽ. പക്ഷെ അവരെ കൊണ്ട് മാത്രമേ 40% ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കമ്പനീസിന് ക്ലൈമറ്റ് ഫിനാൻസിങ് കൊണ്ടുവരും. ക്ലൈമറ്റ് ഫിനാൻസിങ് നത്തിങ് ബട്ട് എത്രത്തോളമാണ് അവർ എമിറ്റ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള ക്യൂറേറ്റീവ് മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ CSR റെസ്പോൺസിബിലിറ്റി പോലെ ഒരു ഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്യണം ക്ലൈമറ്റ് ഫിനാൻസിന് വേണ്ടിയിട്ട്. ആ ഒരു സ്ട്രിംജന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരാം. സെക്കൻഡ് തിങ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഅഡിക്വേറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റം ആയിരുന്നല്ലോ. സോ അഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് IMF ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ആയിക്കോട്ടെ, അഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം ഒരു കൃത്യമായിട്ടൊരു ഫ്രെയിം വർക്ക് ഗ്ലോബൽ സൗത്തിന് കടം കൊടുക്കുന്ന സമയത്താണ് കൃത്യമായ ഫ്രെയിം വർക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലിക്വിഡിറ്റി കണ്ടീഷൻസ്, കറൻസി സ്വാപ്പിംഗ് ആയിക്കോട്ടെ, ലിക്വിഡിറ്റി ആയിക്കോട്ടെ. ഇപ്പൊ തന്നെ നമ്മൾ ശ്രീലങ്കയുമായിട്ട് നമ്മൾ കറൻസി സ്വാപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ശ്രീലങ്കയിൽ ഒരു ക്രൈസിസ് വന്ന സമയത്ത് അവരുടെ റേറ്റ് അല്ലെങ്കിൽ അവരുടെ ഫണ്ട് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മണി ഇൻഫ്ലേഷൻ വന്ന സമയത്ത് നമ്മളെ ഇന്ത്യൻ റുപ്പീസുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി ഡോളേഴ്സുമായിട്ട് അവർ സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ
ബേസിക്കലി ഗ്ലോബൽ ലെവൽ നമ്മൾ US$ ആണ് ഒരു കോമൺ കറൻസി ആയിട്ട് അംഗീകരിച്ചത്. സോ ഈ ഒരു US$ സ്വാപ്പിനനുസരിച്ച് US$ അപ്സ് ആൻഡ് ഡൗൺസിനനുസരിച്ചിട്ട് നമുക്കും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഗ്ലോബൽ ലെവലിലും ഇഷ്യൂസുകൾ സംഭവിക്കാറുണ്ട്. സോ നിലവിൽ ഈ IMF ആയിക്കോട്ടെ വേൾഡ് ബാങ്ക് ആയിക്കോട്ടെ കറന്റ് ഉള്ള കറൻസി സ്വാപ്പിംഗ് ലെവലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള ലിക്വിഡിറ്റി അസിസ്റ്റൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കടം സാധാ കൺട്രീസിന് നിങ്ങൾക്ക് 100 കോടി രൂപ ഞങ്ങൾ കടം തരാന്ന് പറയും. സോ ആ കണ്ടീഷൻ കൊണ്ടൊന്നും രാജ്യത്തിന് വരാൻ പറ്റില്ല. അപ്പം ബിയോണ്ട് ദ സർട്ടൈൻ ലിമിറ്റ്സ്, ആ ലിമിറ്റിന്റെ മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ദെൻ തേർഡ് കണ്ടീഷൻ, ഒരു ഗ്ലോബൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എഫക്റ്റീവ്, ദാറ്റ് മീൻസ് എസ്പെഷ്യലി ഇൻ എമർജൻസി സിറ്റുവേഷൻസിന് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ പാൻഡമിക് വന്നു, അതേപോലെ തന്നെ ഇപ്പൊ ഒരു എർത്ത് വന്നു. സോ ഇത്തരം കണ്ടീഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ഗ്ലോബൽ സൗത്ത് കൺട്രീസിന് സാധിക്കണം. സോ ഈ ഒരു മെഷേഴ്സ്, എസ്പെഷ്യലി ഈ ഒരു 3-4 മെഷേഴ്സ് മാത്രം മതി ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്ലോബൽ സൗത്ത് ബിയോണ്ട് ദ സർട്ടൈൻ ലിമിറ്റ്സ് അവർക്ക് റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു ദീസ് ആർട്ടിക്കിൾസ്. സോ ദ ഫസ്റ്റ് ആർട്ടിക്കിൾ, ജീൻ തെറാപ്പി ഫോർ സിക്കിൾ സെൽസ് ഡിസീസ്. സോ ഇതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു സിക്കിൾ സെൽ ഡിസീസ് എന്താണ്, അതുപോലെ തന്നെ ക്രിസ്പർ കാസ്9 സിസ്റ്റം എന്താണെന്നതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. സോ ജീൻ തെറാപ്പി, ഇപ്പൊ ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ ജനിതക ഗവേഷണങ്ങളും അതുപോലെ തന്നെ ജനിതക എഡിറ്റിംഗ്സുകളിലും കാര്യങ്ങളും ഇന്ത്യ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രോഗങ്ങൾക്കും നമ്മൾ ജീൻ തെറാപ്പീസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എസ്പെഷ്യലി ഇൻ ലാസ്റ്റ് നമ്മൾ സിക്കിൾ സെൽസ് ഡിസീസിന് ആവശ്യമായിട്ടുള്ള അഡ്വാൻസിങ് നമ്മുടെ ഇന്ത്യ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിക്കിൾ സെൽ ഡിസീസിലും ജീൻ തെറാപ്പി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സാഹചര്യം ഉണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഈ സിക്കിൾ സെൽ ഡിസീസിന് ഇന്ത്യ അല്ലെങ്കിൽ അതിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ ഫസ്റ്റ് കണ്ടീഷൻ, ക്രിസ്പർ കാസ്9 സിസ്റ്റം. അപ്പൊ ക്രിസ്പർ കാസ്9 സിസ്റ്റം നമുക്കറിയാം എല്ലാവർക്കും ഒരു ജീൻ എഡിറ്റിംഗ് ആണ്. ഓക്കെ, സോ ഈ ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജി തന്നെയാണ് നമ്മുടെ SCDയുടെ അതായത് സിക്കിൾ സെൽ ഡിസീസിന്റെ ജീൻ എഡിറ്റിംഗിന് വേണ്ടിയിട്ടുമുള്ള ടൂൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ ക്രിസ്പർ കാസ്9 ടെക്നോളജി മോളിക്കുലർ സിസേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പീസ് ഓഫ് റിബൺ എടുത്തിട്ട് റിബണിന്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അവിടെ മറ്റൊരു നല്ല റിബണിന്റെ ഒരു പീസ് ഇവിടെ ഇഞ്ചെക്ട് ചെയ്യുന്നു. സോ അതാണ് ബേസിക്കലി ക്രിസ്പർ കാസ്9 ടെക്നോളജി. അത് കുറച്ചുകൂടി ഒരു DNA മുകളിൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? സോ അതാണ് ഇവിടെ ഒരു മോളിക്കുലാർ സിസേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ മോളിക്കുലാർ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു എൻസൈം, ഒരു ഗൈഡ് RNA എൻസൈം, കാസ്9 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എൻസൈമിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ എൻസൈം കൊണ്ട് നമ്മളെ ജീൻ എവിടെയാണോ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ എവിടെയാണോ ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റും. സോ ആ ഒരു ജീൻ നമുക്ക് ഇഷ്യൂസ് ആയിട്ടുള്ള ആ ഒരു ജീന് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? അത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അത് എടുത്ത് മാറ്റും. ആ ഒരു ജീനിൽ നിന്ന് ആ ഒരു പീസ് എടുത്ത് മാറ്റും. ആ ജീൻ ആ ഒരു ഇഷ്യൂസ് അവിടെ മാത്രമായിരിക്കും നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. സോ അതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ പുതിയൊരു ജീൻ ആ ഒരു ഏരിയസിന്റെ അകത്തേക്ക് എഡിറ്റ് ചെയ്ത്, അതൊന്ന് ബേസിക്കലി നമ്മൾ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്ന പോലെയല്ല, ഇതൊക്കെ മോളിക്കുലർ സിസേഴ്സ് കൊണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഒരു RNA ഗൈഡൻസോട് കൂടിയിട്ട് പുതിയൊരു ജീൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും ആ ഒരു ലൊക്കേഷൻസിലേക്ക്. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത് ക്രിസ്പർ കാസ്9 ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു മെത്തോളജി ബേസിക്കലി ഹൈലി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്പയർ ടു മറ്റ് ജീൻ എഡിറ്റിംഗ് ടെക്നോളജിനെ ബേസ് ചെയ്തിട്ട്. ഈ ഒരു ജീൻ തെറാപ്പി ഈ ക്രിസ്പർ കാസ്9 ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ മാത്രമല്ല പല കൺട്രീസിലും ഈ ക്രിസ്പർ കാസ്9 ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. സോ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഏകദേശം 2047 ആവുന്നതോടുകൂടി തന്നെ നമ്മുടെ സിക്കിൾ സെൽ ഡിസീസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സോ അബൌട്ട് നാഷണൽ സിക്കിൾ സെൽസ് അനീമിയ എലിമിനേഷൻ മിഷൻ. സോ ഇതിന് നമുക്ക് ഈ സിക്കിൾ സെൽസ് അനീമിയ എലിമിനേഷൻ മിഷന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സോ എന്താണ് ആ ഒരു മിഷൻ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ നാഷണൽ സിക്കിൾ സെൽ അനീമിയ മിഷൻ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മിഷനാണ്. ദാറ്റ് മീൻസ് ഹെൽത്ത് ചലഞ്ചസ് ഈ സിക്കിൾ സെൽസ് ഡിസീസ് കൊണ്ട് ഉണ്ടാവുന്ന സിക്കിൾ സെൽ ഡിസീസ് എന്താണെന്ന് പറയാം.
സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടാവുന്ന ഹെൽത്ത് കണ്ടീഷൻസ് കുറക്കുക, എസ്പെഷ്യലി ഇൻ ട്രൈബൽ പോപ്പുലേഷൻസ്. ഈ ട്രൈബൽ പോപ്പുലേഷൻസിലാണ് എന്ത് കാണുന്നത്, ഈ സിക്കിൾ സെൽ ഡിസീസ് അതുകൊണ്ട് തന്നെ അനീമിക് കണ്ടീഷൻസ് ഒക്കെ കാണുന്നത്. സോ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിക്കിൾ സെൽ ഡിസീസ് പേഷ്യൻസിന്റെ പ്രിവലൻസ് കുറച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അവിടെ സ്ക്രീനിങ് ആൻഡ് അവയർനെസ് സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്യാം. അവയർനെസ് ഇംപ്രൂവ് ചെയ്യണം, അവർക്ക് വ്യക്തമായ സ്ക്രീനിങ് മെത്തേഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. എസ്പെഷ്യലി ട്രൈബൽ പോപ്പുലേഷനിൽ ഈ ഒരു സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള സിക്കിൾ സെൽ ഡിസീസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ സിക്കിൾ സെൽ ഡിസീസ് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് റെഡ് ബ്ലഡ് സെൽസ് ആണ്. സോ നമ്മുടെ ഒരു വെസൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹീമോഗ്ലോബിൻസ് അല്ലെ, ഹീമോഗ്ലോബിൻസുകളും പ്ലേറ്റ്ലെറ്റ്സുകളും വൈറ്റ് ബ്ലഡ് സെൽസുകളൊക്കെ ഉണ്ടെന്ന് കരുതാം. സോ അതിന്റെ അകത്തേക്ക് ഇൻഹെറിറ്റഡ് റെഡ് ബ്ലഡ് സെൽസിന്റെ ഡിസോർഡർ ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഹീമോഗ്ലോബിൻസിന്റെ ഡിസോർഡർ കണ്ടീഷൻസിനാണ് നമ്മൾ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ട് വെച്ചാൽ ഹീമോഗ്ലോബിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡോനറ്റ് പോലെ തന്നെയാണ് ഹീമോഗ്ലോബിൻസ് പറയുന്നത്. സോ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പദാർത്ഥങ്ങളാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് നമ്മുടെ ഈ ഹീമോഗ്ലോബിൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹീമോഗ്ലോബിൻസ് ബ്ലഡ് വെസൽസിലൂടെ തന്നെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം ഏത് ചെറിയൊരു നാരോ വെയിലൂടെ ആണെങ്കിലും കടന്നു പോകാറുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിക്കിൾ സെൽ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹീമോഗ്ലോബിന്റെ ഈ റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് അതൊരു സിക്കിൾ ഷേപ്പിലേക്ക് മാറുകയും ചെയ്യും. അതേപോലെ തന്നെ അത് റിജിഡ് ആയി മാറും. ഓക്കെ, നോർമൽ കണ്ടീഷൻസിൽ ഈ ഒരു ഹീമോഗ്ലോബിൻ എന്താണ് അത്യാവശ്യം ഫ്രീ ആയിട്ടാണ്, ഫ്ലെക്സിബിൾ ആണ്. ബട്ട് ഇത് റിജിഡ് ആയിട്ട് മാറും, ഒരു സിക്കിൾ ഷേപ്പിലേക്ക് മാറുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, വെയിനിലൂടെ പോകുന്ന ബ്ലഡിന്റെ കണ്ടീഷൻസിനെ അവിടെ ഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കും. ഓക്കെ, ആ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്തിരിക്കും. സോ അങ്ങനെ ബ്ലഡ് ഫ്ലോനെ ബ്ലോക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, സ്ട്രോക്ക്, ഐ പ്രോബ്ലംസ്, ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ പെയിൻ ക്രൈസിസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് സിക്കിൾ സെൽ ഡിസീസ്. ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ജീൻ ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ സിക്കിൾ സെൽ അനീമിയ എലിമിനേറ്റിംഗ് മിഷൻ. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ, പ്രോ ടേം സ്പീക്കർ. ഈ സിലബസ് പൊളിറ്റി ആൻഡ് നാഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ആരാണ് ഒരു പ്രോ ടേം സ്പീക്കർ? നമ്മുടെ 18th ലോകസഭ ഫസ്റ്റ് സിറ്റിംഗ് 4 ജൂൺ ടു ജൂലൈ 3 വരെയാണ് ഫസ്റ്റ് സെഷൻ 18 ലോകസഭ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജൂൺ 26 പുതിയൊരു സ്പീക്കറെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഡേറ്റും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ പുതിയൊരു സ്പീക്കർ വരുന്നത് വരെ ഒരു പ്രോ ടേം സ്പീക്കർ, പുതിയ സ്പീക്കർ വരുന്നവരെ ഒരു സ്പീക്കർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ അവരെയാണ് നമ്മൾ പ്രോ ടേം സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ 26 നമുക്ക് ഒരു ആക്ച്വൽ സ്പീക്കർ നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അതിനു മുന്നേ ഇടയിലെ കണ്ടീഷൻസിൽ നമുക്ക് ഒരു ആര് വേണം, ഈ MPസിന് പ്രതിജ്ഞ കൊടുക്കാൻ വേണ്ടി, സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനാണ് നമ്മൾ പ്രോ ടേം സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 26 സമയത്ത് ലോക്സഭയിൽ MPമാരൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യും, സ്പീക്കറിനെ സെലക്ട് ചെയ്യും. ബട്ട് MPമാർ ആവണമെന്നുണ്ടെങ്കിൽ MPമാർ എന്ത് ചെയ്യണം, സത്യപ്രതിജ്ഞ, ഒരു ഓത്ത് എടുത്തിരിക്കണം. ഈ ഓത്ത് നൽകേണ്ടത് ആരാണ്? സ്പീക്കറാണ്. ഓക്കെ, സ്പീക്കറെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്പീക്കറെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ MPമാർ ആവണം എന്നുണ്ടെങ്കിൽ അവർ ഓത്ത് എടുക്കണം. ഓത്ത് എടുക്കണമെങ്കിൽ സ്പീക്കറെ പ്രതിജ്ഞ ചെയ്യണം. അപ്പൊ ഇത്തരം ഈ ഒരു റൗണ്ട് ഇഷ്യൂസുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് പ്രോ ടേം സ്പീക്കർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കൊടിക്കുന്നിൽ സുരേഷാണ്, സീനിയർ മോസ്റ്റ് ലീഡർ ആണ്, നമ്മൾ പ്രോ ടേം സ്പീക്കർ ആയിട്ട് മാറുന്നത്. സോ പ്രോ ടേം സ്പീക്കറിന്റെ പ്രസിഡന്റ് അംഗീകരിക്കും. പ്രസിഡന്റ് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ചെയ്ത ശേഷം ഈ പ്രോ ടേം സ്പീക്കറിന്റെ ഒരേ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെഷൻ കണ്ടക്ട് ചെയ്തിട്ട് ആ സെഷന്റെ അകത്ത് എന്താണ് MPമാർക്ക് ഈ ഒരു ഓത്ത് പറഞ്ഞു കൊടുക്കും, പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ MPമാർ ഓത്ത് എടുത്താൽ മാത്രമാണ്, അതിനെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് അവർ ആരായി മാറുന്നത്, അവർ ബേസിക് ലോക്സഭ MP ആയിട്ട് മാറുന്നത്. അപ്പം ആ ഒരു പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഫസ്റ്റ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പം പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ MPമാരായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഈ ഒരു ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എടുക്കും, സ്പീക്കറിന്റെ ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കാൻ സാധിക്കും. ഓക്കെ, സോ ബേസിക്കലി വെച്ചാൽ പ്രോ ടേം സ്പീക്കർ എന്ന് വെച്ചാൽ ടെമ്പററി സ്പീക്കർ ആണ്. ഇതിന്റെ അർത്ഥം തന്നെ പ്രോ ടേം മീൻസ് ഫോർ ദ ടൈം ബീങ് ഓർ ടെമ്പററി എന്നാണ് മീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഈ പ്രോട്ടേം സ്പീക്കറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു പ്രോട്ടേം സ്പീക്കറിനെ പറ്റി പറയുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹാൻഡ് ബുക്ക് ഓൺ വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിൽ ഒരു ഹാൻഡ് ബുക്ക്, പാർലമെന്ററി പ്രൊസീജിയേഴ്സിൽ ഹാൻഡ് ബുക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അപ്പോയിന്റ്മെന്റ് ആൻഡ് സ്വയറിംഗ് ഓഫ് പ്രോട്ടേം സ്പീക്കേഴ്സിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്, പാർലമെന്ററി അഫയേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള. അതിനകത്ത് പ്രോട്ടേം സ്പീക്കറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സെലക്ഷൻ ഓഫ് ദ പ്രോട്ടേം സ്പീക്കർ എങ്ങനെയാണ്? സോ സ്പീക്കർ പോസ്റ്റ്, നമ്മൾ ലോകസഭ ഡിസോൾവ് ചെയ്തതിന് സ്പീക്കർ പോസ്റ്റ് അവിടെ വേക്കന്റ് ആയിരിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ പ്രസിഡന്റ് പുതിയൊരു സ്പീക്കർ എടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടേം സ്പീക്കറിനെ പ്രസിഡന്റ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. നോർമലി സീനിയർ മോസ്റ്റ്, ആ ലോകസഭയിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡർ ആയിരിക്കും. ബേസ്ഡ് ഓൺ ദ ഇയർ ഓഫ് മെമ്പർഷിപ്പ്, ലോകസഭയിലുള്ള മെമ്പർഷിപ്പിന്റെ ബേസ് ചെയ്തിട്ട്, അല്ലാതെ വയസ്സായിട്ടുള്ള ആളെന്നല്ല ഉദ്ദേശിക്കുന്നത്. ലോകസഭയിലെ മെമ്പർഷിപ്പിന്റെ സീനിയർ മോസ്റ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ആളെ ആയിരിക്കും പ്രോട്ടേം സ്പീക്കർ ആയിട്ട് എടുക്കുന്നത്. നിർബന്ധമില്ല, അങ്ങനെ എടുക്കണം വലിയ നിർബന്ധമില്ല, ഒന്നാമത്തെ കാര്യം. സോ പുതിയ ഗവൺമെന്റ് ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജിസ്ലേറ്റീവ് സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ലിസ്റ്റ് ചെയ്യും, സീനിയർ മോസ്റ്റ് ലോക്സഭാ മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യും. ആർക്ക്? മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിന് ഈ ഒരു ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യും. സോ മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വേണമെങ്കിൽ നൽകാം. ഇതിൽ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം, ഇതിൽ ഏകദേശം 3ഓളം പേരെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഈ 3 പേരെ എന്ത് ചെയ്യും? പ്രസിഡന്റിന് അപ്രൂവലിന് വേണ്ടി കൊടുക്കും. ബേസിക്കലി 3 പേരായിരിക്കും പ്രോട്ടേം സ്പീക്കർ. ഒരാൾ പ്രോട്ടേം സ്പീക്കറും 2 പേര് ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി 2 പേരും പ്രോട്ടേം സ്പീക്കർ ഒരാൾ, അങ്ങനെ ടോട്ടൽ 3 ആളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇവർ കണ്ടുപിടിച്ചിട്ട് ഇവർ ആർക്ക് നൽകും? ഇവര് പ്രസിഡന്റിന് വേണ്ടി, അസെന്റിന് വേണ്ടി നൽകും. ഓക്കെ. സോ അതുപോലെ തന്നെ ഈ സെലക്ടഡ് മെമ്പേഴ്സിന്റെ കൺസെന്റ് നിർബന്ധമാണ്. പാർലമെന്ററി അഫയേഴ്സ് ആണ്, മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണ് ഈ 3 പേരെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേരോട് ചോദിക്കണം, നിങ്ങളെ പ്രോട്ടേം സ്പീക്കർ ആയിട്ട് എടുത്തോട്ടെ എന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്തിരിക്കണം. സോ PM അല്ലെങ്കിൽ പ്രസിഡന്റിലേക്ക് അവർക്ക് നൽകിയതിനു ശേഷം പ്രസിഡന്റിന്റെ അപ്രൂവലാണ്, ഫൈനൽ പ്രസിഡന്റിന്റെ അപ്രൂവലോട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവര് പ്രോട്ടേം സ്പീക്കറായി മാറുകയാണ് ചെയ്യുന്നത്. പ്രോട്ടേം സ്പീക്കറായിട്ട് അതിനാൽ മാറുന്നില്ല, അവർ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു എന്നെങ്കിൽ പറയാം. പിന്നെ അതിനുശേഷം പ്രസിഡന്റ് പറയും ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റും അതുപോലെ തന്നെ അവരുടെ സ്വേറിംഗ് ഇൻ സെറിമണി ഡേറ്റും എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ പറയും. വൺസ് പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്റ്ററി ഈ പ്രോട്ടേം സ്പീക്കറിനെ ഇൻഫോം ചെയ്യും. പ്രോട്ടേം സ്പീക്കറിനെ അതുപോലെ തന്നെ മറ്റു 3 പേരെയും ഇൻഫോം ചെയ്യും, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് റെഡി ആയിട്ടുണ്ട്, പ്രസിഡന്റ് ഗ്രാന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. സോ ഇനി ഡ്യൂട്ടീസ് ഓഫ് ദ പ്രോട്ടേം സ്പീക്കർ. അപ്പൊ ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാം. ദാറ്റ് മീൻസ് ന്യൂലി എലക്ടഡ് മെമ്പർ ഓഫ് പാർലമെന്റ്സ്, ന്യൂലി എലക്ടഡ് ആയിട്ടുള്ള MPസിന് ആർട്ടിക്കിൾ 99 പ്രകാരം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 99 പ്രകാരം ഓത്ത് നൽകുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് ഓത്ത് സബ്സ്ക്രൈബ് ചെയ്യിക്കുക ബിഫോർ ദ പ്രസിഡന്റ് ഓർ പേഴ്സൺ അപ്പോയിന്റ് ബൈ ദ ഹിം. ഓക്കെ. അതുപോലെ തന്നെ ഓത്ത് അഡ്മിനിസ്ട്രേഷൻ ബൈ അതർ മെമ്പേഴ്സ്. നമ്മളല്ല 3 മെമ്പേഴ്സിനെ എടുത്തിട്ടുണ്ടായിരിക്കും. അതർ മെമ്പേഴ്സ് മറ്റ് 3 മെമ്പേഴ്സ് ആണെന്നെങ്കിൽ പോലും അത് പ്രസിഡന്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ അവർക്കും ഈ ഒരു ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. സോ ഈ മെമ്പേഴ്സ് ആണെങ്കിൽ സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടേം സ്പീക്കർ എടുക്കുന്ന സമയത്ത് 4 പേര് ടോട്ടൽ സെലക്ട് ചെയ്യും. ഒരു പ്രോട്ടേം സ്പീക്കർ 3 പേര് അഡീഷണൽ ആയിട്ടുള്ള ആളുകൾ. 4 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. 4 പേരെയും പ്രസിഡന്റ് ആയിരിക്കും എന്ത് കൊടുക്കുന്നത്? പ്രസിഡന്റ് രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് അവർ സ്വേറിംഗ് ഇൻ സെറിമണി, രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടായിരിക്കും അവർക്ക് ഓത്ത് നൽകും. സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓത്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. രാഷ്ട്രപതി ഭവനില് ഈ പ്രസിഡന്റ് അവർക്ക് ഓത്ത് നൽകിയതിനു ശേഷം ഈ 3 മെമ്പേഴ്സിന്, അപ്പൊ അതിനുശേഷമാണ് അവർ പ്രോട്ടേം സ്പീക്കറായി മാറുന്നത്. അവർ ആ പ്രോട്ടേം സ്പീക്കർ ആയതിനു ശേഷമാണ് ഇവർക്ക് അണ്ടർ ആർട്ടിക്കിൾ 99 ഈ ഓത്ത് മറ്റ് പുതിയതായിട്ട് എലക്ട് ചെയ്തിരിക്കുന്ന MPമാർക്ക് ഓത്ത് നൽകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. സോ ഇതിന്റെ സെഷൻ ടൈമിംഗ് നോക്കുന്ന വെച്ചാൽ സ്വേറിംഗ് ഇൻ സെറമണി പ്രോട്ടേം സ്പീക്കേഴ്സിന് യൂഷ്വലി 9:30 AM നടക്കാറുള്ളത്. ഇമ്പോർട്ടന്റ് കാര്യമല്ല. 9:30 ടൈമിംഗ് സെയിം ഡേ. ലോക്സഭ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണെന്നുണ്ടെങ്കിൽ അതിൽ 9:30 AM പ്രോട്ടേം സ്പീക്കർ എന്താണ് സ്വേറിംഗ് ഇൻ സെറിമണി എടുക്കുന്നത്. അതായത് പ്രോട്ടേം സ്പീക്കർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത് ചാർജ് എടുക്കുന്നത്, അല്ലെങ്കിൽ ചാർജ് എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. സോ ഈ ഒരു 11 മണി അല്ലെങ്കിൽ 9:30 ആണെങ്കിൽ ഇതൊക്കെ പ്രസിഡന്റിന്റെ കൺവീനിയൻസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും.
ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഫൈനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സ്പീക്കറെ സെലക്ട് ചെയ്യുന്നതിനുള്ളിൽ പുതിയ എലക്ട് ചെയ്തിരിക്കുന്ന എംപിമാർക്ക് ഓത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടും ഫസ്റ്റ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക സ്പീക്കർ ആയിരിക്കും. സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് ആയിരിക്കും. സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് ആയിരിക്കും മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആയിരിക്കും ഈ സീനിയർ മോസ്റ്റ് ലീഡേഴ്സിന് പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ കൈമാറുന്നത് അവരുടെ ലിസ്റ്റ് പാർലമെന്ററി അഫയേഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം. സോ ആ ഒരു സെലക്ഷൻസിന്റെ അകത്താണ് പിന്നീട് നമ്മൾ പ്രസിഡന്റിന് ഇത് നൽകുന്നത് അസന്റിന് വേണ്ടിയിട്ട്. സോ അതിൽ പ്രസിഡന്റ് അസന്റോട് കൂടിയിട്ട് രാഷ്ട്രപതി ഭവൻ അവരുടെ സ്വേറിംഗ് ഇൻ സെറമണി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇവിടെ വന്നിട്ട് ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രോട്ടോൺ സ്പീക്കേഴ്സിനെ പറ്റി പറയുന്നില്ല. ബട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ ഹാൻഡ് ബുക്ക് ഇല്ലാത്ത അവരെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ടെന്യൂറിനെ പറ്റി പറയുന്നുണ്ട്. സോ വൺസ് ഈ പ്രോട്ടോൺ സ്പീക്കേഴ്സ് വളരെ ടെമ്പററി ആണ്, 5-6 ദിവസം കഴിഞ്ഞാൽ പുതിയ സ്പീക്കറിനെ നമ്മൾ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എംപിമാർ അവിടെ വർക്ക് ചെയ്യുന്ന എംപിമാർ ഓത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കാര്യം. ഓത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എംപിമാരായി. പിന്നീട് അവർ പാർലമെന്റിൽ ബേസിക്കൽ അപ്പൊ ആ സമയത്ത് ബേസിക്കൽ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി ലീഡിംഗ് പാർട്ടീസിലുള്ള ആരെങ്കിലും ആയിരിക്കും സാറിന് എംപിമാർ ആവുന്നത്. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഒരാളാണ്. BJP ആണ് അവിടെ ഗവൺമെന്റ് അധികാരത്തിലുള്ളത്. ബട്ട് ഇത് പ്യൂർലി ബേസ്ഡ് ഓൺ ദ എന്താണ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, പ്യൂർലി ബേസ്ഡ് ഓൺ ദ ഓത്ത് ടേക്കിംഗ് സെറമണിക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് സീനിയർ മോസ്റ്റ് ലീഡർ കോൺഗ്രസ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ അവരെ പ്രോട്ടോൺ സ്പീക്കർ ആയിട്ട് വെക്കുന്നത്. ഓക്കെ, ഇത്രയും പാട് നമുക്ക് ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. സോ നമ്മൾ ഏകദേശം എല്ലാ ആർട്ടിക്കിൾസും കവർ ചെയ്തിട്ടുണ്ട്. നൗ ദ മെയിൻസ് ക്വസ്റ്റ്യൻ ടൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഇന്ത്യസ് പെർഫോമൻസ് ഓൺ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024, highlighting the key areas of improvement and persistent challenges. എന്തൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് സർവൈവല്, അതുപോലെ തന്നെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, എഡ്യൂക്കേഷൻ, ദെൻ ഇങ്ങനെ 4 ഇൻഡിസസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. ഇതിൽ ഏതിലൊക്കെയാണ് ഇന്ത്യ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ റിപ്പോർട്ടുകളും അതിന്റെ എക്സാമ്പിൾസ് മെയിൻസ് പെർസ്പെക്ടീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഇൻഡിസസ് എടുക്കുന്ന സമയത്ത് ഏതിലൊക്കെയാണ് നിൽക്കുന്നത്, ഇതിന്റെ എക്സാമ്പിൾസ് എടുക്കുക, അതിന്റെ നിലവിലത്തെ കണ്ടീഷൻസ്, ഇന്ത്യൻ കണ്ടീഷൻസ് എടുക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു രീതിയിലുള്ള ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസിൽ നല്ല രീതിയിൽ പ്രതീക്ഷിക്കും. കാരണം ടോട്ടൽ ഓൾ ദ ലെവൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, then next question, discusses challenges faced by the global south in supporting the global economy. So clearly mention climate change. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഫിനാൻഷ്യൽ സപ്പോർട്ടും. ഈ 2 കാര്യങ്ങളാണ് ഗ്ലോബൽ സൗത്തിന്റെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് തടയപ്പെടുന്ന 2 കാര്യങ്ങൾ. വേറെ ഒരു പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ 2 ടോപ്പ് പോയിന്റുകളെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻസ് India's historical treatment of refugees and its current legal framework, highlighting any challenges and proposed solutions. സോ ഇതിൽ എസ്പെഷ്യലി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. റെഫ്യൂജി ക്രൈസിസിൽ അതുപോലെ തന്നെ അസൈലം സീക്കേഴ്സിന് ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു, അതിന് നിലവിൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള റോഹിംഗ്യാന്റെ കണ്ടീഷൻസും 1971 ലിബറേഷൻ വാർ ഉണ്ടായിരിക്കുന്ന ഇന്ത്യൻ ക്രൈസിസുകളും നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. സോ നമ്മുടെ 2025 ബാച്ച് അഡ്മിഷൻസ്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അഡ്മിഷൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ബേസിൽ നമ്മൾ നോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ദ ടൈം ബീങ്. ഗുഡ് ബൈ.